ആ മുത്ത് എന്ന് പറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് കറിഞ്ഞ ഒരു സീൻ. അതെനിക്ക് പക്ഷേ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പ്രത്യേകിച്ചൊന്നും ലിസൺ കിട്ടും. അത് വന്നു ചില ആൾ ഈ കരയുമ്പോൾ ഈ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ആദിശങ്കരൻ്റെ തന്നെ അത് കരച്ചിലല്ല, സർവജ്ഞ പീഠം കയറി അമ്മ മരിക്കുന്ന അറിഞ്ഞുകൊണ്ട് വന്ന് അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് പക്ഷേ പാടുമ്പോൾ ഒരു അതിനകത്തല്ലേ അമ്മ അറിയുന്നില്ല, അമ്മ മോനെ ശങ്കരാമർക്ക് ഓടി വന്നിട്ട് വളരെ ഫീൽ ചെയ്ത് അതൊരു കരച്ചിലിൻ്റെ പോലത്തെ ഒരു ജസ്റ്റ് ഇങ്ങനെ വഴി അതൊരു സ്ലോവാണ്. ഇതന്നെ ശങ്കരാചാര്യരുടെ ഈ ത്രിപുരസുന്ദരി എന്നുള്ള പാട്ടാണ് അതിന് ശേഷമാണ് ഭജഗോവിന്ദമൊക്കെ എടുത്തത്. അതൊരു ദിവസം രാവിലെ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് വരെ. അപ്പോൾ എൻ്റെ അടുത്ത് ഭാസ്കർ മാഷ് പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റുന്നുണ്ട്. പുള്ളി പറഞ്ഞാൽ ഇത് വോളിയം കുറച്ചിട്ടാണ് എന്നുള്ളത്. അപ്പോൾ അതിൽ വളരെ ഫീലിംഗ് ആയിട്ട് ഈ സരസ്വതി ലക്ഷ്മി പറഞ്ഞപ്പോൾ ത്രിപുരാന്തക വര സുന്ദരി ഹിമഗിരി നന്ദിനി ഗൗരി മനോഹരി ശാതോധരി അങ്ങനെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ റിഹേഴ്സൽ പാടുമ്പോൾ ഭാസ്കർ മാഷ് പറഞ്ഞ് മുരളിക്ക് ആ ഫീലിങ്ങിൽ പാടുന്നത്. അപ്പോൾ വോളിയം കുറച്ചിട്ട് കഴിഞ്ഞാൽ പുള്ളി അത് അപ്പോൾ ശരിക്കും പാടുന്ന പോലെ. ഹാസ്യ കഥാപാത്രം ഞാൻ അങ്ങനത്തെ ചെയ്തിട്ടില്ല. കാരണം നമ്മളൊരു എന്താ പറയുക, ഇപ്പോഴും ഞാൻ തിരിച്ചിട്ടുണ്ടാകാൻ വന്നിട്ടും ഒരു ആക്ടറായിട്ടാണ്. ഇപ്പോൾ റോമിയോയിൽ പക്ഷേ അത് ക്യാരക്ടർ നടനാണെങ്കിലും കാണുമ്പോൾ ആൾക്കാർ ചിരിച്ചു പോകുന്ന ഒന്നിൻ്റെ സാധനങ്ങളുണ്ടായിരുന്നു. അത് പിള്ളേർ ഇപ്പോൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴൊക്കെ നമ്മളെ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ തലവേണം കറങ്ങുന്നത്, മറ്റേ ഇങ്ങനെ ദിലീപ് ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ ബാക്ക് അതൊക്കെ ഇങ്ങനെ എന്ന് പറയാം. അങ്ങനെ നമ്മളായിട്ട് കോമഡി ചെയ്യേണ്ട സാധനം എനിക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആളോട് ഞാൻ എനിക്കറിയാം. എൻ്റെ അടുത്ത് ഒന്നിനോട് ഒരു പറഞ്ഞിട്ടുണ്ട്, മുരളിക്ക് അങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റും, അത് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് വരുമ്പോൾ ചെയ്യണമെന്ന്. ഇതുവരെ അങ്ങനത്തെ കോമഡി ആയിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തില്ല. ഇല്ലെങ്കിൽ അത് പുരാണമായിരുന്നു. അത് ഞാൻ തമിഴിലൊരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നവഗ്രഹ നായകൻ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നവഗ്രഹങ്ങളിൽ ബുധൻ എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണനെ പോലെ ആയിരിക്കും. ശരി, ബുധൻ എന്ന് പറയുന്നത് ഗ്രീൻ കളറാണ്, കൃഷ്ണനെ പോലെയാണ്. വ്യാഴമാണെങ്കിൽ ഗോൾഡൻ യെല്ലോ കളറിലേക്ക് ആസ്ട്രോളജിയും കൂടി കുറച്ച് അറിയാവുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട്. അപ്പോൾ കെആർ വിജയാണ് അതിൽ ഹീറോയിൻ. അപ്പോൾ ഡയറക്ടർ വിളിച്ച് പറഞ്ഞ് വിജയാമ്മ നമ്മ ബുധർ എപ്പിടി എടുക്കുന്നത് വെച്ചാൽ പുള്ളി പറഞ്ഞ് നല്ല ലുക്കാണല്ലോ പുള്ളിക്ക്, നമ്മ ശങ്കരാചാര്യയുടെ വനിച്ചാളല്ലേ എന്ന് പറഞ്ഞ് അവരെന്നാ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെട്ട് ഞാൻ പറഞ്ഞ ചേച്ചി ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ തെലുങ്കന്മാരിങ്ങനെ അതിനകത്തൊരു മഹാവിഷ്ണു, ശ്രീനിവാസൻ, രംഗനാഥൻ, ദത്താത്രേയ, പിന്നെ ദശാവതാരം മൊത്തം കാണിക്കുന്നൊരു സാധനമുണ്ട് 86. അപ്പോൾ ആ റോളിന് ആരെങ്കിലും കിട്ടിയാൽ ഒരു സബ്ജക്റ്റ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് അഷ്ടലക്ഷ്മി വൈഭവം അതിലെ ഹീറോ ആണ്. ഈ രാധ, സുമലത, ഒരുപാട് പേരാണ് ഇതിനകത്ത്. അപ്പോൾ പുള്ളിക്കാർക്ക് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട് എന്ന് കെആർ വിജയ് പറഞ്ഞിട്ട് അവർ വീട്ടിൽ വന്നു. അവിടെ അയ്യമ്പിള്ളിൽ, ഞാൻ അയ്യമ്പിള്ളിലാണ് ചെയ്തത്. അവിടെ വന്ന് അങ്ങനെയാണ് ആ സിനിമ ചെയ്യുന്നത്. അതൊരു ഭയങ്കര സ്പേസാണ്. എറണാകുളത്ത് അതിൻ്റെ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ സ്വാമി ചിന്മയാനന്ദൻ, പിന്നെ അവിടുത്തെ കുറേ നാച്ചുറലി ഇങ്ങനത്തെ സിനിമയൊക്കെ ഉണ്ട്. അവിടുത്തെ കളക്ടർ പോലുള്ള അന്ന് IG ഒക്കെ ഇവിടെ മാത്രമേ വേണ്ടതുള്ളൂ. അങ്ങനത്തെ കുറേ ഒരു ക്രൗഡ്. അപ്പോൾ ഈ പടം കഴിഞ്ഞിറങ്ങി ചിന്മയാനന്ദ സ്വാമിയാണല്ലോ ശരിക്കും ഈ ശങ്കരാചാര്യരൊക്കെ. പക്ഷേ ആദ്യം എന്നെ വന്ന് ഇത് കെട്ടിപ്പിടിച്ചത് കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ. അപ്പം തന്നെ ഇങ്ങനെ വന്ന് എൻ്റെ മുഖത്ത് എങ്ങനെ പിടിച്ചിട്ട് അതൊരു നമ്മളന്നത്തെ ഒരു ആ റോളും അന്നത്തെ പ്രായവും അന്നത്തെ നമ്മുടെ ഒരു ലുക്കും ഒക്കെ കൂടിയുള്ള, അപ്പോൾ അതൊരു വല്ലാത്തൊരു ഇതാണ്. ഇപ്പോൾ കുറേ കാലമായിട്ട് നിങ്ങളെന്നെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിലും 10-30 വർഷത്തിന് മുമ്പേ അഭിനയിക്കാൻ വന്ന് എന്താ പറയുക, ഇപ്പോഴും വീണ്ടും അതേ ഫീൽഡിൽ തിരിച്ചു വന്ന് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം ആണ് എനിക്ക് നല്ല എല്ലാ കലാകാരന്മാർക്കും, ഗായകനായാലും അഭിനേതാവായാലും ആവശ്യം. അപ്പോൾ അത് ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള റിക്വസ്റ്റ്.